ഹലോ കൂട്ടുകാരെ, നമുക്കൊരു ഷുഗർ ഫ്രീ കേസരി തയ്യാറാക്കിയാലോ? അതും മാംഗോ കേസരി. അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ളതും ഡയറ്റ് എടുക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഷുഗർ ഫ്രീ കേസരി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ കേസരി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിലാണ് നമ്മൾ കേസരി തയ്യാറാക്കുന്നത്. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നെയ്യ് ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ്. റവ നല്ലതുപോലെ നമ്മുടെ നെയ്യിലൊക്കെ ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ റവയൊക്കെ ഒന്ന് വറുത്ത് വരുന്ന ആ ഒരു ടൈം വരെ നമ്മുടെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും റവയൊന്ന് റെഡിയായി വരുമ്പോൾ. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ റവയൊന്ന് നല്ലതുപോലെ അതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി വരണം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ റവ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ റവയൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് മാങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ നാടൻ മാങ്ങയാണ്. അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ മാങ്ങയ്ക്ക് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഷുഗർ ഫ്രീ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഷുഗർ ഫ്രീ കേസരിയാണ്. അപ്പം പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റീവിയാണ്. അപ്പോൾ ഞാനിവിടെ സിന്തഗിയുടെ സ്റ്റീവിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ സാധാരണ മധുരം എടുക്കുന്നതിനെക്കാട്ടിലും നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഇതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമായിരിക്കും കേട്ടോ. ഇത് ഷുഗർ ഫ്രീ ആണ്. ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സാധനമാണ് സ്റ്റീവിയ. അപ്പോൾ ഇത് സിന്തഗി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്റ്റീവിയാണ്. ഇത് വളരെ നല്ലതാണ്. ഞാൻ ഡയറ്റ് എടുത്തപ്പോഴൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണിത്. ഇതിൻ്റെ സാഷേ പാക്കറ്റാണ് എടുക്കുന്നത്. സാഷേ പാക്കറ്റും അവൈലബിൾ ആണ്, അല്ലാതെ ടാബ്ലറ്റായിട്ടും അവൈലബിൾ ആണ്, അല്ലാതെ നമുക്ക് സിറപ്പായിട്ടും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഉപയോഗിക്കുന്നത് സിന്തഗിയുടെ സാഷേ പാക്കറ്റാണ്. പഞ്ചസാര പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പഞ്ചസാര നമ്മളൊന്ന് പൊടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ സ്റ്റീവിയ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ കേസരി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേസരി ഈ പാത്രത്തിലൊന്നും ഒട്ടാതെ വരുന്ന ആ ഒരു പരുവാണ് നമ്മുടെ കേസരി തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നെയ്യ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മൊത്തം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയാണ് ചേർത്ത് കൊടുത്തത്. പെട്ടെന്ന് ഒരുപാട് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ പാത്രത്തിലൊക്കെ ഒന്ന് ഒട്ടാതെ വരുന്നിടം വരെ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമാണ് വറുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ബദാം വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ കേസരി ഇവിടെ ഇപ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടാതെ ഒരു പരുവായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഫ്രീ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് സിന്തഗിയുടെ സ്റ്റീവിയ ഓൺലൈൻ വഴിയൊക്കെ അവൈലബിൾ ആണ്. അവരുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.